ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു, അച്ചായ ഇനി അച്ചായൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അച്ചായൻ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഇനിയും കുറച്ചൊന്ന് ചെയ്ത് അച്ചായൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചു. തീർച്ചയായും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മെ സ്നേഹിക്കുന്ന ഒരുപിടി ആൾക്കാരുണ്ട്, അവരുടെ കൂടെ എന്നും ഞാനുണ്ടാവും. അപ്പോൾ അവർക്ക് എന്നെപ്പറ്റി കൂടുതൽ അറിയുവാനും എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എന്നെ അറിയിക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാൻ എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കണ്ടോ, ഇത് ഒരു ബോട്ടിയട്ടിയാണ് കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ? ഇത് ഒരു ബോട്ടിയട്ടിയാണ്. കണ്ടോ, ഇവിടെയാണ് ബോട്ട് വന്നെടുക്കുക. ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി ബോട്ട് സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണിത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കണക്ക്, അതായത് എൻ്റെ ലൈഫിൽ ഒത്തിരിയേറെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് കുട്ടനാടാണ്. കുട്ടനാട്ടിൽ അറിയാമല്ലോ, കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നാടാണ്. ആലപ്പുഴ ജില്ലയിലാണ്. അതിമനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് കാഴ്ചകളും മനോഹാരിതയും ഒക്കെ വിദേശികൾക്കും സ്വദേശികളുമായിട്ട് വരുന്ന വിനോദസഞ്ചാരികൾക്കായി കരുതി വച്ചിരിക്കുന്ന ഒരു നാട് കൂടിയാണ് എൻ്റെ നാട്, കുട്ടനാട്. അപ്പോൾ കുട്ടനാടിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരുപാട് വാചാലനാവും. എൻ്റെ പല വീഡിയോയിലൊക്കെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ വരുമ്പോൾ, എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ വീട്ടിലുള്ളത് എൻ്റെ അച്ചായനും എൻ്റെ അച്ചാച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അച്ചാച്ചി, അമ്മച്ചി, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ എനിക്ക് 2 സഹോദരിമാരാണ് കേട്ടോ. 2 സഹോദരിമാരാണ് ഉള്ളത്. ഞാനാണ് വീട്ടിലെ ഏറ്റവും ഇളയത്. ഞങ്ങൾ 3 മക്കളാണ്. അതിലെ 2 സഹോദരിമാരെയും വിവാഹമൊക്കെ കഴിച്ചയച്ചു. ഒരാളെ പാലായിൽ കെട്ടിച്ചു, ഒരാളെ ചേർത്തലയിൽ കെട്ടിച്ചു, ആലപ്പുഴ തന്നെ. അപ്പോൾ അവരൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരെ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ 2 പേരുടെയും വീടെന്ന് പറയുന്നത്, കെട്ടിച്ച വീട്. അങ്ങനെ ഞാനാണ് വീട്ടിലെ ഇളയത്. അതുകൊണ്ട് തന്നെ എന്നെ കൂടുതലായിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ കൂടുതൽ കൊഞ്ചിക്കുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇളയ ആൾ, നമുക്കറിയാം, ഒരു വീട്ടിലെ ഇളയ ആളുകളെ കൂടുതലായിട്ട് വീട്ടുകാർ കൊഞ്ചിക്കും, സ്നേഹിക്കും. 3 മക്കളും തുല്യമാണെന്ന് പറഞ്ഞാലും ഇളയ മോനോട്, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി ആയതുകൊണ്ട്, മറ്റേത് മൂത്തത് 2 പെൺകുട്ടികളായതുകൊണ്ട് ഇളയ കുട്ടി എന്നുള്ള രീതിയിൽ കൂടുതൽ സ്നേഹവും കാര്യങ്ങളും ഒക്കെ നമ്മളോട് അവർ കാണിക്കും. അങ്ങനെ തന്നെ അവരെ ഓമനിച്ച് വളർത്തി. എൻ്റെ സ്കൂൾ പഠനം എന്ന് പറയുന്നത് പുളിങ്കുന്ന് സെൻറ്റ് ജോസഫ് സ്കൂളാണ് കേട്ടോ. പുളിങ്കുന്ന് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ ITI പഠിച്ചു. അതിനുശേഷം ഞാൻ നേരെ സെമിനാരിയിലേക്കാണ് പോയത് കേട്ടോ. നമ്മുടെ ചെത്തിപ്പുഴയിൽ ഒരു സെമിനാരി ഉണ്ട്, അവിടെയാണ് ചേർന്നതൊക്കെ. അങ്ങനെ സെമിനാരിലൊക്കെ ചേർന്നു. എനിക്കൊരു വൈദികനാകണമെന്നൊക്കെ ഒരു ചെറിയ ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ITC പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഒരു ക്യാമ്പ് വന്നു. അങ്ങനെ ഞാൻ സെമിനാരിലേക്ക് ചേർന്നു. അങ്ങനെ ചേർന്നു. ഞാൻ അവരുടെ കൂടെ കുറേ വർഷം പഠിച്ചു. അങ്ങനെ ഫിലോസഫി കഴിഞ്ഞു. റീജൻസി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വിളി ഇതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അതുമല്ല, എൻ്റെ വീട്ടുകാർക്ക് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ പറഞ്ഞു, വീട്ടിൽ അച്ചാച്ചിയും അമ്മച്ചിയും തനിച്ചല്ലേ ഉള്ളൂ, അപ്പം ഒന്ന് തിരിച്ചു വരണം, അങ്ങനെ വീട് സംരക്ഷിക്കണം എന്നും അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരുണ്ട്. അത് പലപ്പോഴും അവരെന്നോട് സംസാരിക്കാറുമുണ്ട്, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ കേട്ടോ. അവർ ഒരു വീട് അച്ചാച്ചി അമ്മയെ നോക്കാൻ ആളില്ല എന്നുള്ള ഒരു ഇതിലാണ് അവർ പറയുന്നത്. അവരുടെ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്നേഹമുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ്. പിന്നെ അല്ലാതെ ഈ പറഞ്ഞ മറ്റൊരു ഇഷ്ടമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ 2. പിന്നെ ഇത് നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സിനിമയിലെ ദിലീപിൻ്റെ അവസ്ഥ പോലായി എൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ലാസ്റ്റ് തിരിച്ചു പോന്നപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾ വളരെ വലുതായിരുന്നു. അതായത്
ഇത്രയും വർഷം ഞാൻ അവിടെ അവരുടെ കൂടെ നിന്ന് പഠിച്ച് തിരിച്ചു വന്നപ്പോൾ വീടുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനായിട്ട് കുറച്ചൊക്കെ ടൈമൊക്കെ എടുത്തു. ഇച്ചിരി സംഘർഷാവസ്ഥയിൽ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മാനസികമായിട്ടും ഒക്കെ നമുക്ക് അവരുടെ കൂടെ അത്രയും നാൾ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് വന്ന് നമ്മുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ വളരെ സംഘർഷം നിറഞ്ഞൊരവസ്ഥയാണ്. പക്ഷേ അന്നും ഇന്നും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ മാതാപിതാക്കളാകട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇളയ സഹോദരിയൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാതാപിതാക്കളെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. കാരണം അവർ നമുക്ക് എല്ലാ തരത്തിലും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്ന് ചേർത്ത് പിടിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും അവരാണ് എൻ്റെ കൂടെ നിന്നത്. അതാണ് ഈ മാതാപിതാക്കളുടെ ഒരു ഗുണം. അതായത് ഈശ്വരൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അവർ എന്നെ ചേർത്ത് പിടിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരു ജ്വല്ലറിയിൽ സെയിൽസ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ആയുർവേദം പഞ്ചകർമ്മ സ്പായൊക്കെ പഠിച്ച് 5 സ്റ്റാർ റിസോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ 2 മേഖലയിലും എനിക്ക് ശരിക്കും നന്നായി ശോഭിക്കാൻ സാധിച്ചു. എനിക്ക് നല്ല 2 മേഖലയിലും അത്യാവശ്യം നല്ല ജ്വല്ലറിയിലൊക്കെ നല്ല സെയിൽസും കാര്യങ്ങളും ഇൻസെൻറ്റീവും ഒക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും എനിക്ക് നന്നായി ശോഭിക്കാൻ സാധിച്ചു. കാരണം കസ്റ്റമറെ വെരി ഗുഡ് എന്ന് പറയിപ്പിക്കുവാനായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നവർ നല്ലൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയിടുവാനും ഒക്കെ അങ്ങനെയൊക്കെ എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയണം. അങ്ങനെ എനിക്ക് നിന്നിടത്തൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് വരട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വിവാഹം, അതായത് അന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 35 വയസ്സ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒത്തിരി ലേറ്റ് മാരേജാണ്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. വീടിനടുത്തു നിന്ന് ഏകദേശം കുറച്ചൊരു 15 കിലോമീറ്റർ 20 കിലോമീറ്ററിനുള്ളിൽ ഒരു കല്യാണം നോക്കുകയും അങ്ങനെ ആ കല്യാണം എൻ്റെ സങ്കല്പത്തിനനുസരിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇത് ഇണയെ കിട്ടിയില്ല. 2 പേരുടെയും മാനസിക ധ്രുവങ്ങൾ രണ്ടും 2 ധ്രുവങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പിണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. 2 പേരും മാനസികമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ 2 പേരും പരസ്പര ധാരണയോടുകൂടി കേട്ടോ, 2 പേരും യാതൊരു പിണക്കങ്ങളും കൂടാതെ പരസ്പര ഒരു ധാരണയോടുകൂടി വേർപിരിയാൻ തീരുമാനിച്ചു. ഞങ്ങൾ കോടതി വഴി ഞങ്ങൾ വിവാഹമോചനം നേടുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇതുവരെയും പോയിട്ടുമില്ല. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം പരസ്പര ധാരണയോടുകൂടിയാണ് വേർപിരിഞ്ഞത്. കാരണം 2 പേരും ഒത്തുപോകില്ല എന്ന് 2 പേർക്കും മനസ്സിലായി. അങ്ങനെ 2 പേരും 2 ജീവിത ശൈലി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുടുംബ കോടതിയിൽ നിന്നും അരമന കോടതിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിവാഹമോചനം കിട്ടി. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ മറ്റു വിശേഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജോലി കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.